ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ട്രെൻഡിങ്ങിലുള്ള ഒരു പർദീസ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലെല്ലാം ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മസാലയിലും പെട്ടെന്ന് തന്നെ ചിക്കനിലേക്ക് പിടിക്കും. നമുക്ക് ഇതിലേക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് തന്നെ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കൊണ്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിൽ നന്നായിട്ട് ചിക്കനിൽ മസാലയിൽ ഉള്ളിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക. ഇനി ഇത് മിക്സ് ആക്കിയ ചിക്കന് ഇതൊരു 2 മണിക്കൂറേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ ഇത് 2 മണിക്കൂറിന് ശേഷം ഇത് നമുക്കിനി അടുപ്പത്തൊരു പാത്രത്തിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിൽ വേറെ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതിനൊരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 15 മിനിറ്റ് ശേഷം ഇത് ഒരു സൈഡിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് പൊട്ടൊന്നും ചെയ്യാതെ മെല്ലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് മറിച്ചിട്ടാണ് ചെറിയൊരു ടാസ്ക് ഉള്ളത്. അങ്ങനെ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് പിന്നെയും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ചിക്കനിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാനിതിലേക്ക് കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക കുറച്ച് വെള്ളത്തിൽ. ഇനി അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഗ്രേവിയിൽ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഞാനിവിടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്യാരറ്റും പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പർദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. അതിന് മേലേക്ക് ബാക്കിയുള്ള ഗ്രേവിയും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പർദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം.